അജ്ഞാതന് രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ രാഷ്ട്രീയ നിരീക്ഷണമാവാമല്ലോ, നിഷ്പക്ഷമായിട്ട് നിന്നിട്ട് ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അതായത് നമ്മുടെ വി ഡി സതീശൻ തോൽക്കുമോ? അതായത് വി ഡി സതീശൻ കളിച്ച കളി നല്ല ഒന്നൊന്നര സംഭവമാണ് പുള്ളി കളിച്ചത്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നോട്ടമിട്ട ആൾക്കാർ ആരൊക്കെയാണ്? ശശി തരൂർ, കെ സുധാകരൻ, കെ സി വേണുഗോപാൽ, അടൂർ പ്രകാശ് എന്നീ 4 പേര്, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നോട്ടമിട്ടിരുന്നവരാണ് ഇവരിത്രയും. ഇവരെല്ലാം എം പിമാരായിട്ട് ഒതുക്കി. എന്നിട്ട് എം പിമാർ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം കോൺഗ്രസിനെ കൊണ്ട് എടുപ്പിച്ചു. ഓക്കെ. എന്നിട്ട് വി ഡി സതീശൻ ബുദ്ധിപരമായിട്ട് ഒന്നൊന്നര സംഭവമാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റെല്ലാവരെയും ആ നോട്ടം ഇട്ട എല്ലാവരെയും ഒതുക്കിയിട്ട് നിൽക്കുകയാണ്. പക്ഷേ അജ്ഞാതൻ്റെ സംശയം ഇതാണ്, ഈ വി ഡി സതീശനെ ഇവരെല്ലാം കാലുവാരുമോ? ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല വരാൻ സാധ്യതയുണ്ട്, വി ഡി സതീശൻ തോറ്റാൽ. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഗ്രൂപ്പുകാർ, അതായത് എല്ലാവർക്കും ഗ്രൂപ്പുണ്ടല്ലോ, ഗ്രൂപ്പില്ലാത്ത ആരുമില്ല രാഷ്ട്രീയത്തിൽ. ചെറിയ ചെറിയ പോക്കറ്റുകളിൽ എല്ലായിടത്തും കേരളത്തിലുടനീളം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നോട്ടമിട്ട ആൾക്കാർ, ശശി തരൂർ, കെ സുധാകരൻ, കെ സി വേണുഗോപാൽ, അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തല, ഇവരിത്രയും ചേർന്ന് ഈ പറവൂരിൽ വി ഡി സതീശനെ കാലുവാരിയാൽ വി ഡി സതീശൻ തോക്കും. ഓക്കെ. അതിനുള്ള സാധ്യതയാണ് അജ്ഞാതം കാണുന്നത്. ഈ പൊട്ടനെ ചെട്ടിയെ ദൈവം ചതിക്കില്ലെങ്കിലും ഇവരിത്രയും ചതിക്കാനുള്ള സാധ്യത ഒരുപാടുണ്ട്. പണ്ട് വി എസ് അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റ അറിയാമല്ലോ, LDF ജയിച്ചിട്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവാൻ പറ്റിയില്ല. ഓക്കെ. ഞാനേതെങ്കിലും പക്ഷം ചേർന്നതെന്ന് പറയുകയല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയാണ്, നിഷ്പക്ഷമായിട്ട് നിന്ന് രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയാണ്. അപ്പോൾ UDF ജയിക്കുമോ? അതിനുള്ള സാധ്യത അജ്ഞാതം കാണുന്നു. ഞാൻ രാഷ്ട്രീയ പക്ഷം പിടിച്ച് പറയുകയല്ല, UDFന് ജയസാധ്യതയുണ്ട്. അതിനുള്ള കാരണം അജ്ഞാതൻ പറയുന്ന ഇതാണ്, മുസ്ലിം വിരുദ്ധ വോട്ടുകൾ, UDF വിരുദ്ധ വോട്ടുകൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവും. BJP കുറേ വോട്ട് പിടിക്കും, കുറേ വോട്ട് LDFനും പോവും. ഈ UDF വിരുദ്ധ വോട്ടുകൾ, അതായത് മുസ്ലിം വിരുദ്ധ വോട്ടുകൾ. ഓക്കെ. അതായത് അത്യാവശ്യം വർഗീയത, ഹിന്ദു വർഗീയത അടിസ്ഥാനപ്പെടുത്തി വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ വോട്ടുകൾ LDFനും നമ്മുടെ BJPക്കുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോവും, വിഘടിച്ചു പോവും. അതേസമയം ഹിന്ദു വിരുദ്ധ വോട്ടുകളും മുസ്ലിം അനുകൂല വോട്ടുകളും ഏതാണ്ട് മുഴുവനായിട്ട് തന്നെ, അതുപോലെ തന്നെ മതേതര രീതിയിൽ ചിന്തിക്കുന്ന ഹിന്ദുക്കളും UDFനോ തന്നെ വോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
UDFിനൊരു ജയസാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടല്ലോ, ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് UDFിന് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അജ്ഞാതൻ വിലയിരുത്തുന്നത്. പക്ഷേ പിന്നെ വേറൊരു സംഭവമുണ്ട്, ഒരു പോയിൻ്റുണ്ട്. BJP ജയിക്കാൻ വളരെയധികം സാധ്യതയുള്ള സീറ്റുകളിൽ CPMകാർ BJPക്ക് വോട്ട് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്. അവിടെ ഈ CPMൻ്റെ LDFിൻ്റെ സ്ഥാനാർത്ഥി ദുർബലനാണ്. അതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് അജ്ഞാതം മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ പല സീറ്റുകളിലും CPMകാർ BJPക്ക് വോട്ട് ചെയ്യുകയും BJPക്കാർ ഭൂരിപക്ഷം സീറ്റുകളിലും CPMന് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. എന്നാലും BJP ഒറ്റയ്ക്ക് അധികാരം പിടിക്കത്തില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ പോയിൻ്റ് ഇതാണ്, പല കാരണങ്ങളും കൊണ്ടും UDFിന് ജയസാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു 80 സീറ്റ് അല്ലെങ്കിൽ 90 സീറ്റ് UDF പിടിച്ചാലും VD സതീശൻ തോറ്റാൽ എന്ത് ചെയ്യും? കാര്യം VD സതീശനെ കാലുവാരും ഏതാണ്ട് ഉറപ്പാണ്. അതായത് രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ്, അതുപോലെ തന്നെ അടൂർ പ്രകാശിൻ്റെ ഗ്രൂപ്പ്, KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ്, K സുധാകരൻ്റെ ഗ്രൂപ്പ്, ശശി തരൂരിൻ്റെ ഗ്രൂപ്പ്, ഇവരെല്ലാവരുടെയും ഗ്രൂപ്പുകളിൽ എല്ലാവരും കൂടെ ചേർന്ന് VD സതീശനെ നമ്മുടെ പറവൂരിൽ കാലുവാരി തോൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത കിടക്കുന്നു. പിന്നെ VD സതീശൻ മുഖ്യമന്ത്രിയാവുമെന്നാണ് നമ്മുടെ ജ്യോതിഷനായിട്ടുള്ള ജീസസ് സാംബശിവൻ പറഞ്ഞേക്കുന്നത്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ജ്യോതിഷം വെച്ചല്ല രാഷ്ട്രീയ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകുന്നത്. ജനങ്ങളാണ് അവസാന തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അജ്ഞാതൻ ഇത് കൺക്ലൂഡ് ചെയ്യുന്നു. അതായത് UDF ജയിച്ചാലും VD സതീശനെ കാലുവാരി മറ്റ് ഗ്രൂപ്പുകാർ തോൽപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ VD സതീശൻ തോറ്റു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവാൻ ജ്യോതിഷപരമായിട്ട് സാധ്യതയില്ലെന്നൊക്കെ ജീസസ് സാംബശിവൻ പറയും. പക്ഷേ ജീസസ് സാംബശിവൻ പറയുന്ന ജ്യോതിഷം വെച്ചല്ല, രാഷ്ട്രീയം ജനങ്ങൾ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു, VD സതീശൻ തോൽക്കുകയും UDF ജയിക്കുകയും ചെയ്യുമ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത അജ്ഞാതൻ കാണുന്നു. തൽക്കാലം വിടവാങ്ങുന്നു. ഇനിയും രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കാം.